നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. അഞ്ചംഗ കുടുംബത്തിന്റെ തിരോധാനം. പോലീസ് സ്റ്റേഷന് മുന്നിൽ മഹിളാ മോർച്ചയുടെ ധർണ. മുന്നറിയിപ്പില്ലാതെ ഡോക്ടർ സ്ഥലം മാറ്റി. മഞ്ചേശ്വരത്ത് രോഗികൾ വലയുന്നു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ സ്ഥിരം അധ്യാപകരില്ല. വിദ്യാർത്ഥികൾക്ക് ദുരിതത്തിന്റെ പഠനം. റമസാനിലെ ആദ്യ വെള്ളിയുടെ പുണ്യം തേടി വിശ്വാസലോകം. പള്ളികൾ പ്രാർത്ഥനാ നിർഭരം. വായനാ വാരാചരണത്തിന് ജില്ലയിൽ പ്രോജ്വല തുടക്കം. വായന മരിക്കാതിരിക്കാൻ യുവത്വം കൈകോർക്കണമെന്ന് എന്നെ നെല്ലിക്കുന്ന MLA. ഡെങ്കിപ്പനി പ്രതിരോധം ഹോമിയോയിലൂടെ. കാസർകോട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെ ഡോക്ടർ KP അരവിന്ദൻ. വലിയപറമ്പ ഉരിയറ വിനോദസഞ്ചാരികളുടെ പറുദുസയാവുന്നു. വിസ്മയ കാഴ്ച പകർന്ന് പുലിമോട്ട്. ട്രോളിംഗിന്റെ വറുതിയിൽ കടലോരം. പട്ടിണി മാറ്റാൻ ചെറുവള്ളങ്ങളുമായി തൊഴിലാളികൾ. വിശദമായ വാർത്തകളിലേക്ക്. അഞ്ചംഗ കുടുംബത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. കുമ്പടാജ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബദിയെടുക്ക പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു സമരം. കുമ്പടാജെ ബലക്കളയിൽ നിന്ന് കാണാതായ അഞ്ചംഗ കുടുംബത്തെക്കുറിച്ച് ഇനിയും വിവരമില്ല. കർണാടക ഉടുപ്പി ഭാഗത്ത് കണ്ടിരുന്നുവെന്ന് ശ്രുതിയുണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു മാസം മുമ്പാണ് കുമ്പടാജെ ബലക്കളയിൽ നിന്നുള്ള കുടുംബത്തെ കാണാതായത്. അന്വേഷണം മന്ദഗതിയിലായതിൽ പ്രതിഷേധിച്ചാണ് മഹിളാ മോർച്ച കുമ്പടാജെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബദിയെടുക്ക പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തിയത്. ധർണ മണ്ഡലം പ്രസിഡന്റ് സുധാമ ഗോസാഡ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കണ്ടെത്തിയേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയെയും കണ്ട് അവരോട് ഇതിനെ വെറുപ്പിച്ചുകൊണ്ട് എറണാകുളം ഹൈക്കോടതിയിൽ ഞങ്ങൾ ഹെബിയസ് കോർപ്പസുമായി ഞങ്ങൾ പോകും. ഇത് തീർച്ചയായും ഇതിനെ കണ്ടെത്താതെ ഭാരതീയ ജനതാ പാർട്ടി വിരമിക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. PR സുനിൽ, രത്നാവതി, ശൈലജ ഭട്ട്, ചന്ദ്രശേഖരൻ, സൗമ്യ മഹേഷ്, ഹരീഷ് നാരമ്പാടി എന്നിവർ സംസാരിച്ചു. പോലീസ് നിസ്സംഗത തുടർന്നാൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് മഹിളാ മോർച്ച നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അധ്യാപകരില്ല. വിവിധ വകുപ്പുകളിലായി 30ഓളം ഒഴിവുകളാണ് ഇപ്പോഴുള്ളത്. ഇതോടെ വിദ്യാർത്ഥികൾ തീർത്തും ദുരിതത്തിലായിരിക്കുകയാണ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ വിവിധ വകുപ്പുകളിലായി 30ഓളം ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുന്നു. PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തതിനാൽ പുതിയ അധ്യാപകരുടെ നിയമനം ഇനിയും വൈകുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. മിക്ക ഡിപ്പാർട്ട്മെന്റുകളും നടത്തിപ്പോകുന്നത് താൽക്കാലിക അധ്യാപകരെ നിയമിച്ചാണ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥിതിയാണ് ഏറെ ദയനീയം. വകുപ്പ് മേധാവി ഒഴിച്ചാൽ മുഴുവൻ അധ്യാപകരും താൽക്കാലികമായി നിയമിക്കപ്പെട്ടവരാണ്. അധ്യാപകരാകട്ടെ പലപ്പോഴും കൃത്യമായി ക്ലാസ്സിലെത്തുന്നില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. I'm a student of English department and here HOD is only permanent and others are all guest teachers. So we have some problems and teachers are less and always we will be free and there are only guest teachers. So the classes are not getting engaged properly. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ 5ഓളം അധ്യാപക തസ്തികകളാണ് ഒഴിവുള്ളത്. സർക്കാർ അടിയന്തരമായി PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് സ്ഥിരം അധ്യാപകരെ നിയമിക്കണമെന്ന് മുൻ കോളേജ് യൂണിയൻ ചെയർമാൻ താഹ ചേരൂർ ആവശ്യപ്പെട്ടു. നിലവിൽ 5 പോസ്റ്റും ഗസ്റ്റ് ലെക്ചർമാരായിട്ടാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലുള്ളത്. ഇപ്പോൾ നിലവിൽ 5ലും ഈ വർഷം ഡെയിലി വേജ് ആൾക്കാരെ സെലക്ട് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും 1ഓ 2ഓ ആണ് പെർമനന്റ് പോസ്റ്റും, ബാക്കി 5ഓ 6ഓ ഗസ്റ്റ് ലെക്ചർമാരാണുള്ളത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും 1 പെർമനന്റും ബാക്കി 1ഓ 2ഓ ഗസ്റ്റ് ലെക്ചർമാരാണ്. നിലവിൽ 14 ഡിപ്പാർട്ട്മെന്റുകളിലും പല ഡിപ്പാർട്ട്മെന്റുകളിലും പെർമനന്റ് ഗസ്റ്റുകൾ കുറവാണ്. അതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് ഏർപ്പെടുത്തി പുതിയ അധ്യാപകരെ നിയമിക്കേണ്ടതാണ് അറിയിക്കുന്നത്. കോളേജിന്റെ ശോച്യാവസ്ഥ അറിഞ്ഞ് പൂർവ്വ വിദ്യാർത്ഥിയായ MLA എന്നെ നെല്ലിക്കുന്ന് കോളേജ് സന്ദർശിച്ചിരുന്നു. മുന്നറിയിപ്പില്ലാതെ ഡോക്ടർ സ്ഥലം മാറ്റി. മഞ്ചേശ്വരത്ത് രോഗികൾ വലഞ്ഞു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയിൽ സ്ഥിരമായി ഉണ്ടായിരുന്ന ഡോക്ടർ അമ്പിളിയെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മീഞ്ച പഞ്ചായത്തിലേക്ക് സ്ഥലം മാറ്റിയതിൽ നാട്ടുകാർ വൻ പ്രതിരോധത്തിന് തയ്യാറെടുക്കുന്നു. 200ഓളം കുടുംബാംഗങ്ങൾക്ക് ഏക ആശ്രയമാണ് ഈ ആശുപത്രി. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരുമായി KCN ന്യൂസ് ബന്ധപ്പെട്ടപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നുസ്രത് ജഹാൻ പ്രമോഷന്റെ ഭാഗമായാണ് ഈ ഡോക്ടറെ സ്ഥലം മാറ്റിയതെന്നും പകരം സംവിധാനം എന്ന നിലയ്ക്ക് ദിവസക്കൂലിക്ക് മറ്റൊരു ഡോക്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ഞങ്ങളെ അറിയിക്കുകയുണ്ടായി.
മീൻജലയ്ക്ക് ട്രാൻസ്ഫർ ആയിട്ടും പിന്നെ പ്രൊമോഷനായിട്ട് പോയിട്ടുള്ളത്. അതല്ലാതെ നമ്മളെന്ത് അവരെ ഇവിടുന്ന് മാറ്റിയതോ അല്ലെങ്കിൽ വേറെ ഒന്നായിട്ട് ചെയ്തതോ ഒന്നല്ല. ഇവിടുത്തേക്ക് ഇനി ടെമ്പററി ആയിട്ട് പിന്നെ ഡെയിലി വേജസിൽ ഡോക്ടറെ നിയമിച്ചിട്ടുണ്ട്. ഉടനെ അവർ വരും. പിന്നെ വായനാ വാരാചരണത്തിന് ജില്ലയിൽ പ്രോച്ചർ തുടക്കം. വായന മരിക്കാതിരിക്കാൻ യുവത്വം കൈകോർക്കണമെന്ന് എന്നെ നെല്ലിക്കുന്ന MLA പറഞ്ഞു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായനാ വാരാചരണത്തിന് ജില്ലയിൽ പ്രോജ്വല തുടക്കം. ജില്ലാതല പരിപാടി കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. ഹൈടെക് യുഗത്തിൽ യുവത്വം വാട്സപ്പിന്റെ ലോകത്തെ ഫേസ്ബുക്കുകാരായി മാറുമ്പോൾ വായന മരിക്കാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വായിച്ചും വളരാൻ സാധിക്കും, വായിക്കാതെയും വളരാൻ സാധിക്കും. അപ്പോൾ വായിച്ച് വളർന്നാൽ അത് നമ്മൾ ആ വളർച്ച വളരെ വിളഞ്ഞതായിരിക്കും. വായിക്കാതെ വളർന്നാൽ അത് നമുക്ക് വളവുണ്ടാകും, അത് വളയും. വായിക്കാതെ വളർന്ന വളയും എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ജർമ്മൻ കവി പറഞ്ഞിട്ടുണ്ട്, പട്ടിണി കിടക്കുന്ന മനുഷ്യ നീ പുസ്തകം എടുത്തോളൂ നിന്റെ കയ്യിൽ, അതാണ് നിന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് ഒരു ജർമ്മൻ കവി പറഞ്ഞിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ T. അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. വായനാ ദിനത്തിന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾക്ക് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീറും വരയിലെ വായനയ്ക്ക് ചിത്രകാരൻ PS പുളിഞ്ചിത്തായയും ഗുരുവന്ദനത്തിന് DDE രാഘവനും നേതൃത്വം നൽകി. സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഡോക്ടർ PV കൃഷ്ണകുമാർ, പ്രൊഫസർ P. പ്രഭാകരൻ, പ്രൊഫസർ M. ശ്രീനാഥ്, ഡോക്ടർ M. ബാലൻ, PN ബാബു, PK കുമാരൻ നായർ, ബഷീർ കൊല്ലമ്പാടി, KP പ്രിയ, M. ചന്ദ്രകല, അനിതാബായ്, KV രാഘവൻ എന്നിവർ സംസാരിച്ചു. വായനയും വരയും അജയിന് സമ്മാനിച്ചത് കൈനിറയ ചിത്രങ്ങൾ. വായനാ ദിനത്തിൽ പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ അജയ് എന്ന വിദ്യാർത്ഥിയുടെ ചിത്രപ്രദർശനം ശ്രദ്ധേയമാവുകയാണ്. അവധിക്കാലത്ത് വരച്ചെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനമൊരുക്കി പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ 4ാം തരം വിദ്യാർത്ഥിയുടെ ചിത്ര പ്രദർശനം. ഉദയനഗർ ഉപ്പാട്ടിക്കുഴിയിലെ പ്രഭാകരൻ അംബിക ദമ്പതികളുടെ മകൻ അജയ് എന്ന കൊച്ചുമിടുക്കന്റെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. തെയ്യച്ചിത്രങ്ങളായിരുന്നു അജയ് വരച്ചവയിൽ ഏറെയും. പിച്ചവെച്ച് നടക്കുന്ന നാൾ തൊട്ട് തന്നെ അജയിന് ചിത്രകലയിൽ താല്പര്യമുണ്ടായിരുന്നു. വീടിന്റെ ഭിത്തിയിലും തറയിലും കോറിയിട്ട വരകൾ ചിത്രങ്ങളാണെന്ന് കണ്ടറിഞ്ഞ ചിത്രകാരൻ കൂടിയായ അച്ഛൻ പ്രഭാകരൻ തന്നെയാണ് ചിത്രം വരയ്ക്കാനുള്ള പ്രോത്സാഹനങ്ങൾ നൽകിയത്. അംഗൻവാടി തൊട്ടേ വരക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ വരക്കുന്നത് തെയ്യത്തിൻ്റെത്, മൃഗങ്ങളുടേത് അങ്ങനത്തെയാണ്. എൻ്റെ അച്ഛനാണ് എന്നെ ചിത്രം വരക്കാൻ പഠിപ്പിച്ചത്. വീട്ടിൽ നിന്ന് തന്നെ വരച്ചു പഠിച്ച അജയ് 100-ലധികം ചിത്രങ്ങൾ വരയ്ക്കുകയുണ്ടായി. കളിയാട്ട വേദിയിലും പത്രത്താളുകളിലും കണ്ട തെയ്യങ്ങളുടെ ചിത്രങ്ങൾ വർണ്ണക്കൂട്ടുകളൊരുക്കി ചാർട്ട് പേപ്പറിലേക്ക് പകർത്തുകയായിരുന്നു. വിഷ്ണുമൂർത്തിയും മുച്ചിലോട്ട് ഭഗവതിയും തിരുവപ്പനയുമെല്ലാം മിഴിവാർന്ന ചിത്രങ്ങളായി അജയിന്റെ വരയിലൂടെ പുറത്തുവന്നു. വായനാ ദിനത്തിൽ സഹപാഠികൾക്ക് മുന്നിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് അജയ് ശ്രദ്ധേയനായി. ചിത്രങ്ങൾ കാണാൻ രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ എത്തിയിരുന്നു. അച്ഛനെ ഗുരുനാഥനാക്കി അജയ് വരച്ചു വെച്ച ചിത്രങ്ങൾ ഒരു തുടക്കമാണ്. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ഡെങ്കിപ്പനി പ്രതിരോധം ഓമിയോയിലൂടെ. കാസർകോട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെ ഡോക്ടർ KP അരവിന്ദൻ തന്റെ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം തുറന്നടിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ബുധനാഴ്ച ഡോക്ടർ KP അരവിന്ദൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തീരുമാനത്തെ നിരുത്തരവാദിത്വമെന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഹോമിയോപ്പതി വകുപ്പിന്റെയും മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെയും സഹകരണത്തോടെയാണ് ഹോമിയോ പ്രതിരോധ മരുന്നുകൾ ജില്ലയിൽ വിതരണം ചെയ്യുന്നത്. 12ഓളം ഹോമിയോപ്പതി മരുന്നുകൾ ഡെങ്കിപ്പനിക്ക് ഫലപ്രദമാണെന്ന് IHMA അവകാശപ്പെടുന്നു. മനുഷ്യ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയില്ലായ്മയിൽ നിന്നാണ് എല്ലാ രോഗങ്ങളും ഉടലെടുക്കുന്നതെന്നും IHMA പറയുന്നു. എന്നാൽ ഇത് ശരിയല്ലെന്ന് ഡോക്ടർ KP അരവിന്ദൻ വിമർശിച്ചു. മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ളവർക്കും ഡെങ്കിപ്പനി വരാം. മാത്രമല്ല, എയ്ഡ്സ് രോഗികൾ, ക്യാൻസർ മരുന്നുകൾ കഴിക്കുന്നവർ, അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ് മരുന്ന് കഴിക്കുന്നവർ തുടങ്ങി രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നവർക്ക് പിടിപെടുന്ന അണുബാധകളിൽ പെടുന്ന രോഗമല്ല ഡെങ്കിപ്പനിയെന്നും ഡോക്ടർ KP അരവിന്ദൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി.
രോഗകാരണങ്ങളെയും കൊതുക് നശീകരണത്തെയും പറ്റി വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹോമിയോ മരുന്നുകൾ വഴി ഡെങ്കിപ്പനി തടയാമെന്ന പ്രചാരണത്തിൽ നിന്നും പിന്തിരിയണമെന്നും ഡോക്ടർ KP അരവിന്ദൻ അഭ്യർത്ഥിച്ചു. ഇനി പുണ്യം തേടി. റമസാനിലെ ആദ്യ വെള്ളി പ്രാർത്ഥനാ നിർഭരം. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ചെയ്തുപോയ തെറ്റുകളിൽ നിന്ന് നാഥനോട് പൊറുക്കലിന് തേടാനുള്ള അപൂർവ അവസരമാക്കി വെള്ളിയാഴ്ചയുടെ പവിത്രമായ ദിനത്തെ അവർ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. പതിവിലുമേറെ നേരത്തെ പതിവിലും കവിഞ്ഞ ആഹ്ലാദത്തോടെ പള്ളിയിലെത്തിയ വിശ്വാസികൾ ഖുർആൻ പാരായണവും സ്വലാത്ത് മന്ത്രവും കൊണ്ട് ധന്യമായ നിമിഷത്തെ ഒന്നുകൂടെ ധന്യമാക്കി. ഓരോ പള്ളികളും പ്രാർത്ഥനാ നിർഭരമായിരുന്നു. ജുമുഅ നമസ്കാരത്തിനൊടുവിൽ കരഞ്ഞു കലങ്ങിയ പ്രാർത്ഥനയോടെ ഇമാമുമാർ നാഥനോട് കേണപ്പോൾ ഓരോ മനസ്സും ഉള്ളുരുകി ആമീൻ പറഞ്ഞു. നിസ്കാരത്തിനു ശേഷം ഇമാമുമാരുടെ ഉത്ബോധന പ്രഭാഷണവും ഉണ്ടായിരുന്നു. ഓരോ റമദാനും ആത്മസംസ്കരണത്തിന് വേണ്ടിയുള്ളതാവണമെന്നും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിൽ പട്ടിണി കിടന്നതുകൊണ്ട് കാര്യമില്ലെന്നുമുള്ള അള്ളാഹുവിന്റെ വചനത്തെ ഇമാമുമാർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. ചിലർ റമദാന്റെ ആദ്യ വെള്ളിയിൽ സ്വന്തം ജമാഅത്തിൽ നിന്ന് ജുമാ നിസ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ നഗരത്തിലെ പള്ളികളിലും വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. കാസർകോട് മാലിക് ദീനാർ വലിയ ജമാഅത്ത് പള്ളി, നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ്, കാസർകോട് ഹസനത്തുൽ ജാരിയ ജുമാ മസ്ജിദ്, കാസർകോട് സുന്നി സെന്റർ, പുതിയ ബസ് സ്റ്റാൻഡ് അബൂബക്കർ സിദ്ദിഖ് ജുമാ മസ്ജിദ്, അമീർ റോഡ് സലഫി മസ്ജിദ് എന്നിവിടങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വലിയ പറമ്പ ഒരിയര വിനോദസഞ്ചാരികളുടെ പറുദിസയാവുന്നു. വിസ്മയ കാഴ്ച പകർന്ന പുലിമുട്ട്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് വലിയ പറമ്പ് പഞ്ചായത്ത്. ഒരേ സമയം കടലിന്റെയും പുഴയുടെയും സൗന്ദര്യം ആസ്വദിക്കാം എന്നതാണ് ഈ ദ്വീപ് പ്രദേശത്തെ വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. ഓരിക്കടവ് മാവിലക്കടപ്പുറം പാലം യാഥാർത്ഥ്യമായതോടെയാണ് ഇവിടേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങിയത്. തദ്ദേശീയരും വിദേശീയരുമായ നിരവധി വിനോദസഞ്ചാരികൾ ഇപ്പോൾ ഈ പ്രദേശത്ത് എത്തുന്നുണ്ട്. This is the first time I'm coming to this beach, and it's really beautiful. It's a very nice place to get to. Actually, it's not that far from Chelvattur, and you can reach by cab or taxi or anything else. And I think it's one of those hidden gems which has not been discovered in North Kerala. Actually, people usually go to Bakel Fort, but this is probably an equally or even better beautiful place. Actually, so we love it. കിലോമീറ്റർ ദൈർഘ്യമുള്ള ദ്വീപ് പ്രദേശത്തിൽ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണ് മാവിലക്കടപ്പുറം ഒരിയര. കടലും കായലും കൂടിച്ചേരുന്ന അഴിമുഖത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാമെന്നതാണ് ഇവിടുത്തെ സവിശേഷത. നീലേശ്വരം അഴുത്തലയിൽ നിന്നും കടലിലേക്ക് നീണ്ടുകിടക്കുന്ന പുലിമുട്ടും ആകർഷകമായ കാഴ്ച തന്നെയാണ്. വിനോദസഞ്ചാരികളുടെ മാത്രമല്ല വീഡിയോ ചിത്രീകരണത്തിന് എത്തുന്നവരുടെയും പ്രിയപ്പെട്ട പ്രദേശം കൂടിയാണ് ഇവിടം. അവധി ദിവസങ്ങളിൽ കുടുംബസമേതം എത്തുന്ന നിരവധി പേരെ ഈ തീരപ്രദേശത്ത് കാണാം. ഇവിടുത്തെ വിനോദസഞ്ചാര സാധ്യതകൾ കണ്ടറിഞ്ഞു വന്നെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ വിനോദസഞ്ചാര വകുപ്പ് കൂടി മുൻകൈയെടുത്താൽ വലിയ സാധ്യതകളാണ് ടൂറിസം രംഗത്ത് ഈ പ്രദേശം തുറന്നിരുന്നത്. ഈ പാലം വന്നതിന് ശേഷം വലിയപറമ്പ് പഞ്ചായത്ത് ഒരു നല്ലൊരു പുരോഗതിയിലാണ്. ഈ പാലത്തോടനുബന്ധിച്ച് തന്നെ ഇപ്പം നമുക്കൊരു പുളിമുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഈ വിനോദസഞ്ചാരികളെ വളരെയധികം ആകർഷിക്കാൻ പറ്റുന്ന ഒരു പുളിമുട്ടാണ് ഇപ്പോൾ വലിയപറമ്പ് പഞ്ചായത്തിൽ കിട്ടിയത്. വളരെയധികം ഒരു മുതൽക്കൂട്ടാണ്. ഈ മുതൽക്കൂട്ടിന് ഇപ്പോൾ ഞങ്ങൾ ഈ പ്രദേശവാസികൾ മാത്രം വിചാരിച്ചാൽ പോരാ, സർക്കാരിൽ നിന്നും കാര്യമായ
ഈ എന്തെങ്കിലും ഞങ്ങൾക്ക് ഈ വിനോദ മേഖലയിൽ തന്ന് ഒരു ടൂറിസം മേഖലയാക്കി മാറ്റാൻ, നല്ലൊരു ആകർഷണമാക്കി, നല്ലൊരു വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ നമ്മൾ ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഈ പുളിമുട്ട് മേഖലയിൽ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് നല്ലൊരു വികസനപരമായി ഈ നാടിൻ്റെ വികസനത്തിൽ ഒരു നല്ല മുതൽക്കൂട്ടായി ഈ ടൂറിസം വളരും ഈ പുളിമുട്ടിലൂടെ എന്നാണ് നാട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ട്രോളിംഗ് നിരോധന കാലം മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ കാലമാണ്. വറുതിയിൽ നിന്നും കരകയറാൻ ഇപ്പോൾ തൊഴിലാളികൾ ചെറുവള്ളങ്ങളുമായി കടലിൽ ഇറങ്ങിയിരിക്കുകയാണ്. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ ജലാശയങ്ങളിൽ ഇത് ചെറുവള്ളങ്ങളുടെ കാലമാണ്. മഴ മാറുന്ന നേരങ്ങളിൽ പുഴകളിലും അതിന്റെ കൈവഴികളിലുമൊക്കെയായി മത്സ്യങ്ങൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി പേരെ കാണാം. പട്ടിണി അകറ്റാൻ ചെറുവള്ളങ്ങളിൽ ഓരുവലയും ചൂണ്ടയും ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനമാണ് തൊഴിലാളികൾക്ക് ആശ്രയം. പുഴയിൽ നിന്ന് ലഭിക്കുന്ന കച്ചായി, ചെറുചെമ്മീൻ, ഏട്ട, കല്ലുമീൻ, കുരുടൻ, ചെറിയ ഇനം ചൂട്ടകൾ തുടങ്ങിയവയാണ് ഓരുവലയിലും ചൂണ്ടയിലുമായി ലഭിക്കുന്നത്. സ്വാദേറിയ പുഴമീനുകൾ വാങ്ങാൻ ചെറുവള്ളങ്ങളെ കാത്ത് ജനങ്ങൾ എത്തുകയും ചെയ്യുന്നു. പടന്ന, ചെറുവത്തൂർ, വലിയ പറമ്പ് തുടങ്ങിയ പഞ്ചായത്തുകളിലെ പുഴകളിലാണ് മത്സ്യബന്ധനത്തിനായി ചെറുവള്ളങ്ങൾ എത്തിയത്. എന്നാൽ പുഴകളിൽ മത്സ്യസമ്പത്ത് കുറവാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ട്രോളിങ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കടലിൽ പോകാൻ കഴിയില്ല. പിന്നെ ഇതേലും മാർഗം ഇപ്പോഴും ഇവിടെ തീരെ മത്സ്യങ്ങൾ കുറവാണ്. പിന്നെ ഒരുപാട് പുഴയിൽ ഒരുപാട് ഇങ്ങനെ പല പല രീതിയിൽ പണിയെടുക്കുന്നുണ്ടായത് മത്സ്യം വളരെ കുറവാണ്. പിന്നെ ഐക്ക് പുളിമുട്ടുകൊണ്ട് മത്സ്യം കയറുന്നില്ല, വളരെ കഷ്ടപ്പാടില്ല. രാവിലെയാണ് കൂടുതൽ പേരും മത്സ്യബന്ധനത്തിനായി ഇറങ്ങുന്നത്. വിൽപ്പനയ്ക്കുള്ള മത്സ്യം കിട്ടിയില്ലെങ്കിലും കറിക്കുള്ള വകയെങ്കിലും ആകട്ടെ എന്ന് കരുതിയാണ് ചിലരെത്തുന്നത്. ഏതായാലും നിരോധനം തീരുന്നതുവരെ മത്സ്യത്തൊഴിലാളികളെ ഈ ജലാശയങ്ങളിൽ കാണാം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വാർത്തകൾ ചുരുക്കത്തിൽ. പെൻഷൻ തുകയെ ചൊല്ലി തർക്കം. എൻഡോസൾഫാൻ ദുരിതബാധിത ആശുപത്രിയിൽ. കാട്ടുകുഖയിലെ ലീലാവതിയാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. വിദേശ കറൻസിയുമായി വിദ്യാനഗർ സ്വദേശി പിടിയിൽ. വിദ്യാനഗർ ചാലയിലെ ജാഫർ സാദിഖാണ് അറസ്റ്റിലായത്. അസുഖത്തെ തുടർന്ന് ഗായകൻ മരിച്ചു. കന്നഡ ഗായകൻ മധുർ ചേനക്കോട്ടെ ദേവദാസാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. ബായാറിലെ മുകേഷിനാണ് പരിക്കേറ്റത്. ഒസങ്കടിയിലായിരുന്നു അപകടം. ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ എഞ്ചിനീയറായിരുന്ന ഉളിയത്തടുക്കയിലെ ഇബ്രാഹിം മധൂർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. പെൻഷൻ തുകയെ ചൊല്ലി തർക്കം. എൻഡോസൾഫാൻ ദുരിതബാധിത ആശുപത്രിയിൽ. കാട്ടുകുഖയിലെ ലീലാവതിയാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. അതിയാമ്പൂരിലെ ടൈലർ കുഞ്ഞമ്പുവിന്റെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. അതിയാമ്പൂരിലെ ടൈലർ കുഞ്ഞമ്പൂവിന്റെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വീട് തകർന്നു വീണത്. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഹോസ്ദുർഗ് തഹസിൽദാർ സ്ഥലം സന്ദർശിച്ചു. ഓടും കല്ലുകളും നശിച്ച നിലയിലാണ്. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. 5 അംഗ കുടുംബത്തിന്റെ തിരോധാനം. പോലീസ് സ്റ്റേഷന് മുന്നിൽ മഹിളാ മോർച്ചയുടെ ധർണ. മുന്നറിയിപ്പില്ലാതെ ഡോക്ടർ സ്ഥലം മാറ്റി. മഞ്ചേശ്വരത്ത് രോഗികൾ വലയുന്നു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ സ്ഥിരം അധ്യാപകരില്ല. വിദ്യാർത്ഥികൾക്ക് ദുരിതത്തിന്റെ പഠനം. റമസാനിലെ ആദ്യ വെള്ളിയുടെ പുണ്യം തേടി വിശ്വാസലോകം. പള്ളികൾ പ്രാർത്ഥനാ നിർഭരം. വായനാ വാരാചരണത്തിന് ജില്ലയിൽ പ്രോജ്വല തുടക്കം. വായന മരിക്കാതിരിക്കാൻ യുവത്വം കൈകോർക്കണമെന്ന് എന്നെ നെല്ലിക്കുന്ന MLA. ഡെങ്കിപ്പനി പ്രതിരോധം ഹോമിയോയിലൂടെ. കാസർകോട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെ ഡോക്ടർ KP അരവിന്ദൻ.
വലിയപറമ്പ ഉരിയര വിനോദസഞ്ചാരികളുടെ പറുദുസയാവുന്നു. വിസ്മയ കാഴ്ച പകർന്ന് പുലിമൂട്ട്. ട്രോളിംഗിന്റെ വറുതിയിൽ കടലോരം. പട്ടിണി മാറ്റാൻ ചെറുവള്ളങ്ങളുമായി തൊഴിലാളികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.